2018 മെയ് 26 റിയൽ മാഡ്രിഡും ലിവർപൂളും തമ്മിലുള്ള ഒരു വാശിയേറിയ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം ഉക്രൈൻ സംസ്ഥാന നഗരത്തിലെ ഒരു ക്ലബ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ലിവർപൂൾ സംയുക്തമായി കളിക്കുമ്പോഴും മറുവശത്ത് അവന്റെ കോട്ടയ്ക്ക് മുമ്പിൽ അവർ പതറിപ്പോകുന്നു. ഇക്കർ കസീസ് റിയൽ മാഡ്രിഡ് വിട്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് നായകപട്ടം നൽകിയത് അവന് തന്നെയായിരുന്നു. കാരണം ഇക്കർ കസീസിനറിയാം, ഇവന് മാത്രമേ റിയൽ മാഡ്രിഡ് എന്ന സാമ്രാജ്യം അടക്കി വായാൻ സാധിക്കുമെന്ന്. ചാമ്പ്യൻസ് ലീഗും ലാലിഗയും ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് കണ്ട ഇതിഹാസമായപ്പോഴും അവന്റെ ധീരതയ്ക്ക് യാതൊരു കോട്ടവും പറ്റിയിട്ടില്ലായിരുന്നു. അയാൾ പോരാടിയത് തന്റെ സ്വന്തം ടീമിന് വേണ്ടിയായിരുന്നു. അത് തന്റെ ടീമിനെ അയാൾ പലപ്പോഴും വിജയ തീരത്തേക്ക് നയിച്ചിരിക്കുന്നു. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഇങ്ങനെയൊരു താരം അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ പിറന്നിട്ടുള്ളൂ. ഒരു ഭാഗത്ത് എതിർ സമയം അയാളുടെ കാൽപാദങ്ങൾ ബോക്സിലുണ്ടെങ്കിൽ ഏതൊരു കീപ്പറുടെയും ഹൃദയമടിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓൺലി വൺ റീസൺ, അവന്റെ ഷൂട്ടുകളും ഹെഡറുകളും എതിരാളിയെ തളർത്താൻ മാത്രം കൽപ്പുള്ളതാണ്. പേര് കേട്ടവനാണെങ്കിലും ശരി, ഡിഫൻസിൽ റാമോസ് എന്ന കൂട്ട തകർക്കണമെങ്കിൽ അത്ഭുതങ്ങൾക്കായി പ്രാർത്ഥിക്കേണ്ടി വരും. ബെർണാഡോയിലെ വെള്ളക്കുപ്പായത്തിൽ അവൻ നായകനാണ്, പക്ഷേ വിജയം തേടി വരുന്ന എതിരാളികൾക്ക് അയാൾ അസുരവേഷം ധരിച്ച വില്ലനാണ്. നിങ്ങളെ കടന്നു പോയത് കൊണ്ട് ആശ്വസിക്കേണ്ട, പാഞ്ഞു വരുന്ന കൊടുങ്കാറ്റ് പോലെ നിങ്ങളെ ടാക്കിൾ ചെയ്ത് വീഴ്ത്താൻ എപ്പോൾ വേണമെങ്കിലും ആ കാലുകൾ വന്നേക്കാം. പയ്യന്റെ മനക്കരുത്ത് നിങ്ങളിൽ ഓരോരുത്തരും ഊഹിക്കുന്നതിലും അപ്പുറമാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞ 2012 ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ, റിയലും ബയേണും തമ്മിലുള്ള മത്സരം ഷൂട്ടൌട്ടിലേക്ക് നിൽക്കുന്നതാകട്ടെ ആ ആരാധകരെയും മനസ്സിൽ ഉറപ്പിച്ച് ആ 26-കാരൻ ആ ബോൾ അവിടെ ഷോട്ട് എടുക്കുകയാണ്. ഭാഗ്യവശാൽ ആ ബോൾ പുറത്തേക്ക് പോകുകയാണ്. മുഖം പൊത്തിയിരുന്ന അയാളുടെ മനസ്സിലേക്ക് കളിയാക്കൽ നിറഞ്ഞു കേട്ടു. വർഷങ്ങളായുള്ള റിയലിന്റെ ചാമ്പ്യൻസ് ലീഗിന്റെ കാത്തിരിപ്പ് അവസാനിച്ചില്ല. കളി കഴിഞ്ഞ ശേഷം ബയേൺ ഗോളി കീപ്പർ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ ഡിഫൻഡർക്ക് പന്തിനെ ആകാശത്തേക്ക് പറത്തിയെടുക്കുന്നതാണോ വിനോദം? വിമർശനങ്ങളും കളിയാക്കലും നിറഞ്ഞു നിന്ന ആ സമയത്ത് അയാൾ മൂലയിൽ പോയി പൊട്ടിക്കരഞ്ഞില്ല. കുറ്റം പറഞ്ഞവരുടെ മുഖത്തേക്ക് നോക്കി അയാൾ ഇങ്ങനെ പറഞ്ഞു: നഷ്ടമായ ആ കിരീടം ഞാൻ തന്നെ സാന്റിയാഗോയുടെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇതാണ് സാക്ഷാൽ സെർജിയോ റാമോസ് ഗരേഷ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ മാത്രം താഴെ ചുവന്ന ബട്ടൺ, ലൈക്ക് ബട്ടൺ എനിക്ക് നേരെ അമർത്താൻ മറക്കരുത്.